അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 8th ചാപ്റ്ററിൽ നമ്മൾ ടീം പ്രോസസ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ബിഹേവിയർ എന്നുള്ള ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് എന്നുള്ള അതിൻ്റെ മീനിങ് ആദ്യമായിട്ട് എ ഗ്രൂപ്പ് കൺസിസ്റ്റ്സ് ഓഫ് 2 or more individuals who interact with one another, share common goals, work together over a period of time. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 അതിലധികമോ ആൾക്കാർ കൂടിയുള്ളതാണ്. അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുകയും അവർ കോമൺ ഗോളുകൾ ഷെയർ ചെയ്യുകയും ഒരു പ്രത്യേക സമയത്തിന് അവർ ഒപ്പം ജോലി ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഓർഗനൈസേഷന് കൂടുതലായും ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ടീമായിരിക്കും എന്ത് ചെയ്യുക, ഓരോ വർക്കുകളും ചെയ്ത് തീർക്കുക. അപ്പോൾ ഒരു ഡെഫിനിഷൻ എന്ന നിലയ്ക്ക് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻഡിവിജ്വൽസിൻ്റെ കുറച്ച് കൂട്ടം ആൾക്കാരാണ്. അവർ കൂട്ടമായി വർക്ക് ചെയ്യുകയും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുകയും ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ വർക്ക് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ മീനിങ് ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ എന്താണ്? ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ആക്ഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻറ്ററാക്ഷൻ ഓഫ് പീപ്പിൾ ഇൻ ഗ്രൂപ്പ്സ്. ഒരു ഗ്രൂപ്പിൽ പരസ്പരം ആളുകൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവരുടെ ചെയ്തികൾ അല്ലെങ്കിൽ ആക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് ഗ്രൂപ്പ് ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കൂടുതലായും എങ്ങനെയാണ് ഗ്രൂപ്പിൽ ആളുകൾ ബിഹേവ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ആളുകളുടെ ബിഹേവിയറിൽ ഒരു ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പിന്നെ ഇതൊക്കെയാണ് കൂടുതൽ ഈ ഗ്രൂപ്പ് ബിഹേവിയറിൻ്റെ ഇതിൽ പഠിക്കുന്നത്. ഇനി ഗ്രൂപ്പിൻ്റെ ഓരോ ടൈപ്പുകളാണ് പറയുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ഫോർമൽ ഗ്രൂപ്പാണ്. ഫോർമൽ ഗ്രൂപ്പ് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. അവർക്ക് കോമൺ ആയിട്ടൊരു ഗോൾ ഉണ്ടാവും. അവർ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫോർമലായ വർക്കുകൾ അല്ലെങ്കിൽ ഒരു ഫോർമൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് ടാസ്ക് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റീസ്, ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. പിന്നെ അടുത്തത് ഇൻഫോർമൽ ഗ്രൂപ്പ്സാണ്. അത് നാച്ചുറലി നമ്മുടെ ഈ സോഷ്യൽ സ്ട്രക്ചറിൽ ഉണ്ടായി വരുന്ന ഗ്രൂപ്പുകളാണ്. ലൈക്ക് ഫ്രണ്ട്ഷിപ്സ്, അല്ലെങ്കിൽ ഒരേ ഇൻട്രസ്റ്റുള്ള കുറേ ആളുകൾ, അല്ലെങ്കിൽ ഒരേപോലെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്തുള്ള ആളുകൾ, അതൊക്കെയാണ് ഇൻഫോർമൽ ഗ്രൂപ്പുകൾ. ഇനി അടുത്തത് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് ഗ്രൂപ്പ് ഡെവലപ്പ് ആവുന്നത്? അതിന് 5 ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളാണുള്ളത്. ഒന്നാമത്തെ ഫോമിംഗ് ആണ്. പരസ്പരം ആളുകൾ മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കണം. അന്ന് ആ സമയത്ത് റോളുകളൊന്നും ക്ലിയർ ആയിരിക്കില്ല, ഗോളുകൾ ക്ലിയർ ആയിരിക്കില്ല, അങ്ങനെ ഒരു സമയമായിരിക്കും അത്. രണ്ടാമത്തത് സ്ട്രോമിംഗ് ആണ്. കോൺഫ്ലിക്റ്റ് അറൈസസ്. അവർക്കിടയിൽ ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും ഡിഫറെൻ്റ് ഒപ്പീനിയനുകൾ ഉണ്ടായി വരികയും ചെയ്യുന്ന സമയമാണ് സ്ട്രോമിങ്ങിൻ്റെ സമയം. പിന്നെ അടുത്താണ് നോമിങ്. ഒരു പ്രത്യേക ഗ്രൂപ്പ് നോംസൊക്കെ രൂപപ്പെട്ടു വരികയും അവർക്കിടയിലൊരു സഹകരണ മനോഭാവവും പിന്നെ അവർക്കിടയിലൊരു കണക്ഷനൊക്കെ രൂപപ്പെട്ടു വരുന്നൊരു സമയമാണത്. പിന്നെ നെക്സ്റ്റ് പെർഫോമിംഗ് ആണ്. ഈ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്രൂപ്പ് എഫക്റ്റീവായി വർക്ക് ചെയ്യാനും പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി ഉണ്ടായി വരാനൊക്കെ തുടങ്ങും. പിന്നെ ആ ഗ്രൂപ്പ് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചടുലമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ അഡ്ജേണിങ് ആണ്. ഗ്രൂപ്പ് ഡിസ്പാൻസ് ആഫ്റ്റർ ടാസ്ക് കംപ്ലീഷൻ. കോമൺ ടെമ്പററി ടീംസ്. ടെമ്പററി ആയിട്ടുള്ള ടീംസിനെ കണ്ടുവരുന്നതാണ് ഇത്. ഗ്രൂപ്പ് പിരിയുന്ന ഒരു സമയമാണ്. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഇല്ലാണ്ടാവുകയും ചെയ്യും. പിന്നെ അടുത്തത് ഗ്രൂപ്പ് നോംസാണ്. ഗ്രൂപ്പ് നോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് നോംസ് ആർ ഷെയർഡ് റൂൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ. ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ടീമിലുള്ള ആളുകൾ പരസ്പരം എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ ഒരു ഷെയർഡ് റൂളാണ്, അല്ലെങ്കിൽ അതിനുള്ള സ്റ്റാൻഡേർഡാണ് ഗ്രൂപ്പ് നോം എന്ന് പറയുന്നത്. അത് ആ ഗ്രൂപ്പിൻ്റെ മെമ്പറുകളുടെ സ്വഭാവത്തെ ബാധിക്കുകയും അവരുടെ വർക്ക് പെർഫോമൻസിനെ വിലയിരുത്തുകയും പിന്നെ ഇതിനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ ഗ്രൂപ്പ് നോംസ് ഉണ്ടായി വരുന്നത് മുൻപുള്ള എക്സ്പീരിയൻസിൽ നിന്ന് പിന്നെ ലീഡറുടെ ഇൻഫ്ലുവൻസിലൂടെയൊക്കെയാണ്. പിന്നെ ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ പരസ്പരമുള്ളൊരു സഹകരണം, ഇതിലൂടെയൊക്കെയാണ് ഗ്രൂപ്പ് നോംസ് ഉണ്ടായി വരുന്നത്. പിന്നെ ഗ്രൂപ്പ് കോഹസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് അട്രാക്ഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് ഗ്രൂപ്പ് കോഹസീവ്നെസ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് കോഹസീവ്നെസ്
കൂടുതലുള്ള ഗ്രൂപ്പുകളിൽ നമുക്ക് അവർക്ക് ലോയാലിറ്റി, ആ ഗ്രൂപ്പിനോട് പ്രത്യേക ലോയാലിറ്റി, പിന്നെ ഈ സഹകരണം, അവർ ആ ഗ്രൂപ്പ് തമ്മിൽ നല്ലൊരു ടീം സ്പിരിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി കോഹസീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്താണെന്ന് വെച്ചാൽ സൈസ് ഓഫ് ഗ്രൂപ്പ്. ചെറിയ ഗ്രൂപ്പാകുമ്പോൾ അതിനനുസരിച്ച് ലോയാലിറ്റിയും അതിനനുസരിച്ചുള്ള സഹകരണം ഇതൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും ഒരു കോമൺ ഗോൾ ഉണ്ടാവും എന്നുള്ളത് ഇതിനെ സഹായിക്കും. പിന്നെ ഗ്രൂപ്പ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സക്സസ് ആകുമ്പോൾ അത് അവർക്ക് ഒരു ഗ്രൂപ്പ് കോഹസീവ്നെസ് കൂട്ടാൻ സഹായിക്കും. പിന്നെ എക്സ്റ്റേണൽ ത്രെറ്റ്സ് വരുമ്പോൾ അതിനെ എതിർക്കാനൊക്കെ അവർക്ക് മാനസികമായിട്ട് അവർ തയ്യാറാവുകയും അതവരുടെ ഗ്രൂപ്പ് കോഹസീവ്നെസ്സിനെ ബാധിക്കുകയും വളരെ പോസിറ്റീവ് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഗ്രൂപ്പ് ഡെസിഷൻ മേക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരിൽ കുറേ ഐഡിയാസ് കിട്ടുകയും അതിന് ബെസ്റ്റ് ഐഡിയ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. പിന്നെ നല്ല ക്വാളിറ്റി ഡെസിഷൻസ് ക്വാളിറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പിന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാനും സഹായിക്കും. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെ പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കുന്ന ടൈം വളരെ കൂടുതലായിരിക്കും. പിന്നെ പ്രഷർ ടു കൺഫേം, ഒരു തീരുമാനം ഏതാണ് കൺഫേം ചെയ്യേണ്ടതെന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ ഗ്രൂപ്പായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അതിനുള്ള സമയം എടുക്കും. പിന്നെ ഗ്രൂപ്പ് തിങ്കിങ് അതാണ് അടുത്ത് പറയാനുള്ളത്. ഗ്രൂപ്പ് തിങ്കിങ് പറഞ്ഞാൽ ഡിസയർ ഫോർ കോൺസസ് ഡൊമിനേറ്റ്സ് ക്രിറ്റിക്കൽ തിങ്കിങ് സപ്രസ്ഡ് ലീഡ്സ് ടു യുവർ ഡെസിഷൻ മേക്കിങ്. ഇനി ഗ്രൂപ്പായിട്ട് തിങ്ക് ചെയ്യാനിരുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഒരാൾക്ക് സ്വന്തമായിട്ട് അവരുടെ അഭിപ്രായം ഡൊമിനൻ്റായി വരണമെന്ന് ഇതുണ്ടാകുന്നു. പിന്നെ ക്രിറ്റിക്കൽ തിങ്കിങ് കൂടുതലായിട്ടുണ്ടാവും. പിന്നെ മാനേജർ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് തിങ്കിങ്ങിന് ഒഴിവാക്കിയിട്ട് നല്ല ഓപ്പൺ ഡിസ്കഷനുകൾ ഉണ്ടാക്കാൻ സാധിക്കണം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൂപ്പ് ബിഹേവിയറിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ഗ്രൂപ്പ് ബിഹേവിയർ ഹെൽപ്സ് ഇൻ ഇംപ്രൂവ് ടീം വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ നല്ല സംഭാഷണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ റെഡ്യൂസിങ് കോൺഫ്ലിക്ട്സ്, പരസ്പരമുള്ള കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം. പിന്നെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാനും ഇത് വലിയ സഹായമാകുന്നു. അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഒരു ഗ്രൂപ്പിലെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഗ്രൂപ്പിനെ ബാധിക്കും. പിന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റ് നല്ല ഓർഗനൈസേഷൻ്റെ സക്സസ്സിലേക്കും ലീഡ് ചെയ്യാൻ സഹായിക്കും. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.